ഈ റിപ്പോർട്ടുകളിലുള്ളത് കൊല്ലപ്പെടുന്നതിന് കുറച്ചു മണിക്കൂറുകൾക്ക് മുൻപ് സന തന്റെ ജന്മദിനാഘോഷത്തിന്റെ ചിത്രങ്ങൾ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുത്തിരുന്നു എന്നതാണ്. എത്ര സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നിരിക്കണം ആ കുട്ടിക്ക്. ചിത്രാലീനെക്കുറിച്ചും അവിടുത്തെ സംഗീതത്തെക്കുറിച്ചും പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ചുമെല്ലാം സംസാരിച്ച ഒരാൾ. തീർച്ചയായും അത്തരം കാര്യങ്ങളാണ് ഈ ദുരന്തത്തിന്റെ ആഘാതം കൂട്ടുന്നത്. ഈ സംഭവം ലോകമെമ്പാടും വലിയ ഞെട്ടലാണുണ്ടാക്കിയത്. അതോടൊപ്പം തന്നെ ദക്ഷിണേഷ്യയിലെ സ്ത്രീകളുടെ സുരക്ഷ, പ്രത്യേകിച്ച് ഓൺലൈൻ ലോകത്ത് ഇതുപോലെ സജീവമായി ഇടപെടുന്നവരുടെ സുരക്ഷ, പിന്നെ ഈ സൈബർ ഭീഷണികൾ, ഈ വിഷയങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് ഇത് വീണ്ടും ഒരു തീ കൊളുത്തിരിക്കുകയാണ് ശരിക്കും. അതെ. അപ്പോ ഈ റിപ്പോർട്ടുകളിലൂടെ കടന്നുപോകുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു പ്രധാന കാര്യം, സനയുടെ ഈ ഓൺലൈൻ ആക്ടിവിസം അത് നല്ല കാര്യങ്ങൾക്കു വേണ്ടിയുള്ളതായിരുന്നു. പക്ഷേ ആ വിസിബിലിറ്റി തന്നെ അതെങ്ങനെയാണ് അവരെ ചിലർക്കൊരു ലക്ഷ്യമാക്കി മാറ്റിയത് എന്നതാണ്. ഈ റിപ്പോർട്ടുകൾ അടിവരയിടുന്ന ഒരു പ്രധാന ആശങ്കയും അതുതന്നെയാണ്, അല്ലേ? ശരിയാണ്. അതോടൊപ്പം നമ്മൾ ചിന്തിക്കേണ്ട വേറൊരു കാര്യം കൂടിയുണ്ട്. ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ കൂടുതൽ സ്ത്രീകൾക്ക്, പ്രത്യേകിച്ച് ഇതുപോലുള്ള യാഥാസ്ഥിതിക സമൂഹങ്ങളിലെ സ്ത്രീകൾക്ക് ഒരു ശബ്ദം നൽകുമ്പോൾ ആ ഒരു ദൃശ്യപരത, ആ വിസിബിലിറ്റി, അതിനെ എങ്ങനെ സംരക്ഷിക്കാൻ പറ്റും? ഈ ദുരന്തത്തെ തുടർന്നുണ്ടായ ചർച്ചകൾ നിങ്ങളുടെ ഈ ഉറവിടങ്ങളിൽ പറയുന്ന പോലെ യഥാർത്ഥത്തിൽ എങ്ങനെയുള്ള സിസ്റ്റമിക് മാറ്റങ്ങളാണ് നമുക്ക് ആവശ്യം? ഇതൊരു വലിയ ചോദ്യമാണ്, നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ട ഒരു കാര്യം. തീർച്ചയായും.